കർത്താവേ എന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ഉറപ്പോടെ വിശ്വാസത്തോടെ അതിന് ഞാൻ യോഗ്യൻ എന്നുള്ള വിശ്വാസത്തോടെ കരമൊന്നു നീട്ടിയാൽ അവന്റെ കരത്തിൽ അവൻ നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, ആ വലിയ കരത്തിൽ നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളുടെ വിശപ്പിനൊത്തവണ്ണ, നിങ്ങളുടെ രുചിക്ക് ഒത്തവണ്ണ അവൻ തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ആ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അടികളങ്ങേ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസം കർത്താവ് ദാനമായി തന്നല്ലോ. ഈ വിശുദ്ധ ദിവസത്തില് കടന്നു വന്ന ഈ വലിയവനായ ദൈവത്തെ ഉയർത്തുവാൻ, അവിടുന്ന് ചെയ്ത നന്മകളോർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ കർത്താവേ നീ സാവകാശം ഒരുക്കി തന്നതിനാൽ അടികൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നീ അടികളെ ക്ഷേമമായി പരിപാലിച്ചല്ലോ. അടിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കൂടെ ഇരുന്നതിനായി, അടിങ്ങളുടെ ഔദ്യോഗിക ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ കൃപയുണ്ടായിരുന്നതിനായി ഹല്ലേലൂയ. അടിങ്ങൾ ഇടപെട്ട ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതിനായി അടിങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ആ വലിയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകല് കർത്താവേ ഒരഭിഷേകത്തിന്റെ അനുഭവം, ഹല്ലേലൂയ, ഒരു പുതിയ അനുഭവം നിന്റെ ജനത്തിന് സ്വർഗം അവിടെ നയിക്കുമാറാകണമെന്ന് അടിങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, ഇന്നത്തെ ആരാധനയിൽ വലിയ വിടുതൽ നടക്കട്ടെ. ഇന്നത്തെ ആരാധനയിൽ ഹല്ലേലൂയ ആവശ്യഭാരത്തിലായിരിക്കുന്നവരുടെ ഭാരം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നീ തരുന്നത് ആമേൻ ഞാൻ ചുമന്നുകൊള്ളാമെന്നുള്ള ആ ഉറപ്പോടെ നിന്റെ ജനമായിരിക്കുമ്പോൾ ആ ഭാരം കുറഞ്ഞ ഭാരം, ആ കുറഞ്ഞ ഭാരം ഇന്ന് നിന്റെ മക്കളുടെ കൊടുത്ത് കർത്താവേ അത് വഹിക്കുവാനുള്ള കൃപ നൽകി സ്വർഗം ഇന്ന് നിന്റെ മക്കളെ ഹല്ലേലൂയ പരിപാലിക്കുമാറാക്കണമെന്ന് അടിയങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ നല്ല കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് കടന്നു വന്ന് എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ആരും കർത്താവേ ഹല്ലേലൂയ വൃഥാ മടങ്ങുവാൻ സ്വർഗം അനുവദിക്കലെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ പ്രാപിച്ചു എന്ന് പറയുക, ഞാൻ പ്രാപിച്ചു എന്ന് പറയുക, ഞാൻ ആഗ്രഹിച്ചു വന്നത് എനിക്ക് ലഭിച്ചു എന്ന് പറയുക നിന്റെ മക്കളെ എല്ലാം കർത്താവ് സഹായിക്കുമാറാക്കണമെന്ന് അടിയങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷകളെ സ്വർഗം മാനിക്കണമേ. കർത്താവേ, ശുശ്രൂഷ എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധി കരങ്ങളെ നീട്ടുമ്പോൾ അത് വിശ്വസ്തയോടെ ആയിരിക്കാൻ ഹല്ലേലൂയ അതൊരു പുതിയ ബലമായി തീരുവാൻ നിന്റെ ജനത്തെ നീ സഹായിക്കുമാറാക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ തിരുവചനത്തിന്റെ ആഴങ്ങളെ അടിയങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതിനായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അത് അടിയങ്ങൾക്ക് ഒരു പടിയൂടെ ഉയരുവാൻ, ഒരു സ്റ്റെപ്പോടെ അങ്ങയുടെ മുന്നിലേക്ക് അടുത്തു വരുവാൻ കാരണമാക്കി തീർക്കണമെന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർണ്ണമായി സമർപ്പിക്കുന്നു. കടന്നു വന്ന് എല്ലാവരെയും ഏൽപ്പിക്കുമ്പോൾ കടന്നു വരുവാനുള്ളവരെ ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളും തക്ക സമയത്ത് കടന്നു വന്ന് അടിയങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗീയ അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയ്ക്കായി, എല്ലാ അനുഗ്രഹങ്ങൾക്കായി അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആദിയോടന്തം സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. We praise the Lord. Hallelujah. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഇപ്പോൾ മനോജ് പാസ്റ്റർ പോട്ട് കടന്നു വന്ന് തുടർന്നുള്ളതായ ആമേ ആരാധന ലേഡി. ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതിരുകളെ തുറന്ന ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ, അഭിഷേകത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാമല്ലോ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ പകലിൽ നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഈ പകലിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് സമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം.
സ്നേഹം മാത്രമേയുള്ളൂ തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു ഇതുപോലെ ഒരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലെ ഒരു ആശ്വാസം എൻ്റെ കാതിൻ്റെ ആവിടമേ ഇതുപോലെ ഒരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലെ ഒരു ആശ്വാസം എൻ്റെ കാതിൻ്റെ ആവിടമേ സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനെ സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനേ തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനെ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്ക് യോഗ്യനായി പറയാമോ ഇതുപോലെ ഒരു ഭാഗ്യം എല്ലാവരും ശബ്ദമുയർത്തി ഹല്ലേലൂയ ഇതുപോലെ ഒരു ആശ്വാസം എൻ്റെ കാതിൻ്റെ മാർവിടമേ കരങ്ങൾ ഉയർത്തി ഇതുപോലെ ഒരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലെ ഒരു ആശ്വാസം എന്റെ കാതിന്റെ മാർവിടമേ കുഞ്ഞാടെ നീ ആറുക്കപ്പെട്ടു തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ തിരഞ്ഞെടുത്തു കുഞ്ഞാടെ നീ ആറുക്കപ്പെട്ടു
ചേർന്ന് പറഞ്ഞേ, ഇതുപോലെ ഒരു ആശ്വാസം എന്റെ താതന്റെ ആർവിടമേ. അതിനെ തുറന്ന് ഇതുപോലെ ഒരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഹല്ലേലൂയ. ഇതുപോലെ ഒരു ആശ്വാസം എന്റെ താതന്റെ ആർവിടമേ. ഒരിക്കൽ കൂടി ഇതുപോലെ. ഹല്ലേലൂയ. ഇതുപോലെ ഒരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. എല്ലാ കുഞ്ഞുങ്ങളും ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഇതുപോലെ ഒരു ആശ്വാസം എന്റെ താതന്റെ ആർവിടമേ. താതന്റെ മാർവിടമേ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. അതിനും അതിനും ആദ്യനും അന്ത്യനും മാത്രം യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഏഴു വിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും ചേർന്ന് പറയാമോ ഹല്ലേലൂയ. ഏഴു വിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. അതിനും അതിനും
ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടപ്പാ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൽ നിറവിൽ, നിന്റെ ഹിതത്തിൽ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. അതുകൊണ്ട് ആദ്യനും അന്തിനും, ഓ ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സ്തുതികൾക്കും എല്ലാവരും ശബ്ദം ഉയർത്തി പാടിക്കേ. ആദ്യനും അന്ത്യനുമായവൻ, സ്തുതികൾക്കും പുകഴ്ചകൾക്കും യോഗ്യനായ നമ്മുടെ കർത്താവ്. എല്ലാവരും ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഈ പകൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം ഒരുമിച്ച് നമ്മുടെ പരിശുദ്ധനായ കർത്താവിനെ, സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ ദൈവത്തെ, സ്തുതികൾക്ക് മേൽ വസിക്കുന്ന കർത്താവിനെ ഒരുമിച്ച് സ്തോത്രത്തോടെ ഹല്ലേലൂയ. യേശുവേ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം ഒരുമിച്ച് ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യത്തോടെ നിറഞ്ഞ പ്രത്യാശയോടെ നമ്മുടെ കർത്താവിനും നമ്മുടെ രാജാതിരാജാവിനും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുവിനെ ഒരുമിച്ച് സ്തോത്രത്തോടെ ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം ഒരുമിച്ച് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ആദരങ്ങളും തുറന്ന് അന്യഭാഷയോടെ അല്പസമയങ്ങൾ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. രണ്ട് കരങ്ങളും ചേർത്തടിച്ച് അല്പസമയങ്ങൾ കർത്താവിന് ആരാധിച്ചാട്ടെ. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയമെടുക്കുകയാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തിയ ദൈവത്തിന്റെ മഹാസാന്നിധ്യം, പിശാചിന്റെ അടിവേരുകളെ ഇന്ന് പകലിൽ അവൻ തകർത്ത് മാറ്റിക്കൊണ്ട് ദൈവിക പദ്ധതികൾക്കായി ഇന്ന് പകലിൽ എത്ര പേർ സമർപ്പിച്ച് ദൈവസ്ഥലത്തിലെ അർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആ വലിയ ചലനങ്ങൾ ഈ പകലിൽ സംഭവിക്കട്ടെ. കരമടിക്കുന്നവർ ആത്മാർത്ഥമായി കരമടിച്ച് അഭിഷേകത്തോടെ കരമടിച്ച് ആ ദൈവത്തെ ആരാധിച്ചാട്ടെ. Lord to Jesus, hallelujah, hallelujah, hallelujah. Ramtheriya nama shadaragadal khamaniha. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം ഒരുമിച്ച് കരങ്ങൾ തട്ടി അല്പസമയങ്ങൾ അന്യഭാഷയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. Come on church, hallelujah. ദൈവത്തിന്റെ മഹത്വം ഈ പകലിൽ ചലിച്ചു തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. ആ ഹോളി സ്പിരിറ്റ് നിന്നെ തൊടുകയാണ്. ആ ദൈവിക മഹത്വം നിന്നെ തൊടുകയാണ്. ആത്മാവിൽ റിസീവ് ചെയ്യുന്നവർ ശക്തിയോടെ കരമടിച്ചോ. പോരാ 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 പോരാ. അഭിഷേകത്തിലും നിറവിൽ അന്യഭാഷയോടെ അല്പസമയങ്ങൾ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുന്ന ദൈവജനം ഒരുമിച്ച് ആത്മാർത്ഥമായി കരമടിച്ചു തന്നെ ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ചുടമന ബല തുനമാരഗന ചുടമാ ശഗനെ ധേരഗന ചുടമന ധര ധാര ബലം ധേ ചുടമര ധര ധാരേ രഗന റിവല മല
മശകനെ ധരയാ രബല മശകധാരാ ധരയാ ചുടമാരകലം ധേരഗന വിമല മശകനാം ധരയാം ശേ വിമല മസഗരാ ധേരഗന ചുടമാശകലം ധേരഗന ചുടബല ബല ശകനാരഗനെ ചുടമാശകലം ധേരഗന ചുടബല ബല ധൂരബലം ധേ ശക്തിയോടെ ചുടവാശകനം ധരയം ശകനം ധരയം ശകനം ധരയ ശകനം ധരയ ശകനം ധരയം ശകനം ധരയ രമലം ധരയം ശകനം ധരയം ശമലം ധര രമലവലവ ശകന ധരയ രഗലം ധിരമാ ശകലേ ചുടബലവലവലവ ശകനം ധരയം ശകനം ധരയ വിമലവലവ ശകന ധരയം ശകന ധരയ ചുടബലവലവ ശമലം ധരയം ശകനം ധരയ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്നവർ അഭിഷേകത്തോടെ അല്പസമയം കർത്താവിനെ ആരാധിച്ചാലേ. ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റിബാ ബാബാ ബാബാ ശബ്ദരെ നികൾ കബലിയാരം ധരെ കുടവല വല 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 ശബ്ദരെ നികൾ കബലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവിക സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഈ ഞായറാഴ്ച രാവിലെ സമയം ദൈവിക സാന്നിധ്യം ചിലരെ തൊടുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. ശബ്ദമുയർത്തി പാടാമോ? hallelujah, 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 oh, hallelujah, hallelujah, hallelujah. ഒരിക്കൽ കൂടി hallelujah, hallelujah. യേശുവിനെ hallelujah. പരിശുദ്ധനായ ദൈവത്തിന് ഹല്ലേലൂയ. സ്വർഗ്ഗദൂതന്മാരോട് ചേർന്ന് ഹല്ലേലൂയ. സ്തോത്രം ചെയ്യാമോ? അഭിഷേകം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ നിന്റെ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ, നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടും ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അഭിഷേകം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ചിലത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണുവാനിടയായി തീരുക. വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം നിന്റെ കൂടെ എപ്പോഴും ചലിക്കുന്നുണ്ടെങ്കിൽ നീ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി തീരുകയാണ്.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്ന ഒരു ദൈവിക സാന്നിധ്യം ഈ പകലിൽ എന്നെ തൊടുകയാണ്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു? 2024 കഴിയുന്നതിന് മുമ്പായി തന്നെ നിന്നെ വ്യത്യസ്തനാക്കി കർത്താവ് മാറ്റുവാൻ പദ്ധതിയുണ്ട്. ആർക്കും ലഭിക്കാത്ത അഭിഷേകത്തിന് നിറവ്, അവൻ ദൈവിക വെളിപ്പാടിന് നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ പകലിൽ ദൈവാത്മാവ് നിന്റെ മേൽ ഇടുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരമടിച്ചു തന്നെ അല്പസമയങ്ങൾ കർത്താവിനെ ആരാധിച്ചാട്ടെ. ആർക്കുമില്ലാത്ത പ്രതികൂലമാണോ നിനക്കുള്ളത്? ആരും വഹിക്കാത്തൊരു അഭിഷേകത്തിന് നിറവ് ഈ പകലിൽ. Hallelujah. അതിനെ ഒന്ന് റിസീവ് ചെയ്യുക. ആ ദൈവിക സാന്നിധ്യത്തെ റിസീവ് ചെയ്യുക. Oh Jesus, hallelujah. Hallelujah, hallelujah. ആരും അനുഭവിക്കാത്ത, ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങൾ, ആർക്കും അനുഭവിക്കാത്ത പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്താ വരുന്നതെന്ന് നീ ചോദിക്കുന്നുണ്ടായിരിക്കാം. എൻ്റെ ലൈഫിൽ എന്താ ഇത് സംഭവിക്കുന്നത്? മാറി മാറി എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ആലോചന നിന്നോട് പറയുകയാണ്. ആരും അനുഭവിക്കാത്ത ദൈവ കൃപയിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. നീ കരഞ്ഞതിന് കണ്ണും കണക്കുമില്ലായിരിക്കാം, നീ അനുഭവിച്ച വേദനകൾക്ക് കണ്ണും കണക്കുമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകലിൽ ആരോടും പറയാത്ത നിന്റെ വേദന അറിയുന്നൊരു ദൈവമുണ്ട്. ഓ മനുഷ്യൻ മുമ്പിൽ കരഞ്ഞത് മതി. ഇന്ന് പകൽ ദൈവം നിന്റെ കണ്ണുനീർ തുടച്ച് ദൈവത്തിന്റെ മഹാ സാന്നിധ്യത്തിലേക്ക് നിന്നെ വഴി നടത്താൻ പോകുന്ന ആ ദൈവിക കരുണയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആ ദൈവിക മഹത്വം ഈ പകൽ ചിലരെ തൊടുകയാണ്. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. പട്ടണങ്ങളെ പിടിക്കുവാൻ, രാജ്യങ്ങളെ കൈവശമാക്കുവാൻ, ജാതികളെ കൈവശമാക്കുവാൻ ഒരു പ്രത്യേക അഭിഷേകത്തിലേക്ക് ഈ പകലിൽ ചിലരെ കർത്താവ് തൊടുകയാണ്. എത്ര പേർ വിശ്വസിച്ചെടുക്കുന്നുണ്ട്? അത് എൻ്റെ മേൽ വീഴട്ടെ, എൻ്റെ തലമുറയുടെ മേൽ വീഴട്ടെ. ആ വാഗ്ദത്തത്തിന്റെ ദിനങ്ങളിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് ഈ പകലിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പകലായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അത്ഭുതവാനായ ദൈവമാണ്. നാം പാടിയല്ലോ, 7 വിളക്കിന്റെ നടുവിൽ ശോഭ പരിപൂർണനായ കർത്താവ്, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ആദ്യനും അന്ത്യനുമായ കർത്താവ്, സ്തുതികൾക്കും പുകഴ്ചകൾക്കും യോഗ്യനായ ദൈവം ഇന്ന് പകലിൽ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആരാ? യേശു ക്രിസ്തു. അവൻ അണ്ഡകടാകങ്ങളെ സൃഷ്ടിച്ചവനാണ്. അവൻ ആകാശത്തെ വിരിച്ചവനാണ്. ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിർ നിശ്ചയിച്ചവനാണ്. അവൻ വരുന്നവനാണ്, അവൻ ഇരിക്കുന്നവനാണ്, അവൻ എഴുന്നേൽക്കുന്നവനാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയോ നിത്യ നിയമത്തിന്റെ രക്തത്താൽ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം ദൈവത്താൽ അയക്കപ്പെട്ട കുഞ്ഞാടാണവൻ. അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനാണ്. വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. അവൻ വെണ്മയാകുന്ന തലമുടിയുള്ളവനാണ്. ഈ പകലിൽ നീ ആരാധിക്കുന്ന ദൈവം, അവൻ പിശാചിന്റെ നാമത്തെക്കാളും മേലായ നാമമുള്ളവനാണ്. സകല നാമത്തെക്കാളും മേലായ നാമമുള്ള യേശുവിനെ ആരാധിക്കുമ്പോ ശക്തിയോടെ മുഴുമഹത്വത്തോടെ കരമടിച്ചു നടക്കുമ്പോൾ പ്രാപിക്കുക ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവർ. Lord to Jesus, യേശുവിന്റെ മഹത്വം യേശുവിന്റെ നാമത്തിന് മഹത്വം നൽകുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ചില ദിവസങ്ങൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും അവസാനമായി ശിഷ്യന്മാരുടെ കാണെ കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത്
ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നോക്കി നിൽക്കുന്നത് പോലെ തന്നെ അവൻ വീണ്ടും വേഗത്തിൽ മടങ്ങി വരാൻ പോകുകയാണ്. ആകാശം മേഘങ്ങളെ കീറി മുറിച്ചുകൊണ്ട് കോടാനുകോടി ദൂതന്മാരോട് ചേർന്ന് എൻ്റെ കർത്താവ് വീണ്ടും വരാൻ പോകുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താതി കർത്താവ്, നമ്മുടെ രാജാതി രാജാവ്, നമ്മുടെ മണവാളനുമായ യേശു കർത്താവ് രണ്ടാമതും വരാൻ കാലമായിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരാൻ പോകുകയാണ്. കാലമടുത്തു. ഇനി കാലം അതിവിദൂരമല്ല. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ യേശു വരുമെന്ന് വിശ്വസിക്കാൻ കഴിവുള്ളവർ മാത്രം അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നീ ജീവിച്ചിരിക്കുന്ന നാളിൽ തന്നെ നമ്മുടെ കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യുവാൻ, ഹല്ലേലൂയ, എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുക. അന്ത്യകാലഘട്ടത്ത് സകല ജഡത്തിന്മേലും, അത് കുഞ്ഞുങ്ങളുടെ മേലും യൗവനക്കാരുടെ മേലും മാതാപിതാക്കളുടെ മേലും പ്രായമുള്ളവരുടെ മേലും പ്രായ വ്യത്യാസമില്ലാതെ സകലരുടെ മേലും ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഈ പകലിൽ ഞായറാഴ്ച സമയം നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒറ്റ സബ്ജക്റ്റ്, നിങ്ങൾക്ക് നല്ല വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നല്ല കാർ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ പ്രാർത്ഥനയെല്ലാം ഔട്ട് ചെയ്യുക, അതിനെ ഒന്ന് മാറ്റിവെക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരുന്ന ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ചർച്ച ഒന്നടങ്കമെന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് പകലിൽ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് എൻ്റെ മേലത് വീഴണമേ. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നിന്റെ കൂടെ പോരും. ഹല്ലേലൂയ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പറഞ്ഞേ പിന്തുടരും. ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടുന്ന എല്ലാ നന്മകളോ എല്ലാ കരുണയോ എല്ലാ നന്മകളെയോ ദൈവം പുറകാലം നിനക്ക് വേണ്ടി എത്തിക്കുന്ന ദൈവമാണ്. കരമടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കരങ്ങളും അടിച്ച് ഓ ജീസസ്, ഹല്ലേലൂയ. Praise God, hallelujah. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവപ്രകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവപ്രകാരങ്ങളിൽ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ അകപ്പിടങ്ങൾ ഇവർ കാഷ്ടിക്കും ചെറുകുരുവിലും. ഒരു സങ്കേതം നിന്റെ അകപ്പിടങ്ങൾ ഇവർ കാഷ്ടിക്കും ചെറുകുരുവിലും. രാവിലെ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ,
നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ. നീരും കഴിവരമല്ല മാറ്റും അനുഗ്രഹമാ. നീരും കഴിവരമല്ല മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മക്കൾക്കെന്നും. ശബ്ദമുയർത്തി, ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാഗന്റെ ആലയം, എന്തൊരാനന്ദം തമപ്രകാരങ്ങളിൽ. മനോഹരം യാഗന്റെ ആലയം, എന്തൊരാനന്ദം തമപ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, ഇവർ പച്ചിക്കും ചെറുകുഴിയിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, ഇവർ പച്ചിക്കും ചെറുകുഴിയിലും. രാവിലെ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടുന്ന. രാവിലെ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടുന്ന. ഓ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയം. ശബ്ദമുയർത്തി, ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തര എന്നും നിന്റെ കണ്ണുനീരും കഴുമരമല്ല മാറ്റും അനുഗ്രഹമാ. കണ്ണുനീരും കഴുമരമല്ല മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, ശക്തിയോടെ ഹല്ലേലൂയ. പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല. ഓഹോ, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഓ
ശബലം തേരകനം ധീരബലം ധരയം ശബലം തേരകനാരകനം ധീരബലം തേരകനെ വൈഡാരകനം ധീരബലം തേരകനാരകനം ധീരബലം തേരകനെ അർച്ചകലം ധരയം ശബലം തേരകനാരകനം ധീരബലം തേരകന അർച്ചകലം ധരയം ശബലം തേരകന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവേ ഹല്ലേലൂയ. ഓ Jesus hallelujah. Praise God hallelujah hallelujah. Oh rabalabala shamderigal kamaniya. Hallelujah hallelujah. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? ഹല്ലേലൂയ. സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളെ നടത്തിയ, നമ്മളെ കരുതിയ കർത്താവിൻ്റെ ആ വിശ്വസ്തതയെ ഒന്ന് ഓർത്ത് ഞാൻ ദൈവമക്കളോട്, സഭയാ മക്കളോട് ഞാൻ ആത്മാർത്ഥമായി പറയാം, ദൈവം നമ്മെ നടത്തിയതോർത്താൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ ഒക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതോർത്താൽ ആ തുറന്നൊരു സ്തോത്രം പറയാതിരിക്കാനൊക്കെ. ദൈവം നമുക്ക് വേണ്ടി ചെയ്തതോർത്താൽ കരങ്ങൾ അടിച്ചപ്പയ്ക്കൊരു നന്ദി പറയാതിരിക്കാൻ. ദൈവത്തിന്റെ മഹത്വം ഒന്ന് ധ്യാനിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് yes. With an outstretched arm, I'll bless your name. Thank you, Lord. I just wanna thank you, Lord. I just wanna thank you, Lord. I just you, Lord. I come before you today. Yes. And there's just one thing that I wanna say. Thank you, Lord. Let's remember the goodness and mercy that we receive from the Lord. Thank you, And now open our hearts and say that thank you, Lord. thank you, Lord. Thank you, Lord. So here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether worthy. Altogether worthy. Altogether wonderful to me. You're altogether lovely. Altogether worthy. Altogether wonderful to me. You're altogether lovely, altogether worthy, altogether wonderful to me. I've never known how much it costs to see my sins upon that cross. I never know how much it costs to see my sins upon that cross. I never know how much it costs to see my sins
upon that cross. So here I am to Worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether holy, altogether wonderful to me. ആരാധിക്കും അങ്ങേ, കുമ്പിടും തൃപ്പാദേ, അത്യുച്ചത്തിലാർക്കും നീ എൻ ദൈവം. മാധുര്യവാൻ കർത്തൻ, യോഗ്യനെന്നും നീ, എൻ പ്രിയൻ നീ മാത്രം എന്നെന്നും. ആരാധിക്കുന്നങ്ങേ, കുമ്പിടും തൃപ്പാദേ, അത്യുച്ചത്തിലാർക്കും നീ എൻ ദൈവം. മാധുര്യവാൻ കർത്തൻ, യോഗ്യനെന്നും നീ, എൻ പ്രിയൻ നീ മാത്രം എന്നെന്നുമേ. ആ ക്രൂശിൽ നീ തീർത്തൻ കടം അസാധ്യമേ അതെന്നിടാൻ. ആ ക്രൂശിൽ നീ തീർത്തൻ കടം അസാധ്യമേ അതെന്നിടാൻ. ആ ക്രൂശിൽ നീ കാൽവറിയിലൂടെ തൻ കടം നമുക്ക് ലഭിച്ച ആ സ്നേഹം ആദ്യമേ ആഴമായ ഹൃദയത്തിനകത്ത് ഒന്ന് അനുഭവിച്ചുകൊണ്ട് കുമ്പിടും കർത്താവിനോട് പറയാൻ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അത്യുച്ചത്തിലാർക്കും നീ എൻ ദൈവം. കർത്താവേ, അങ്ങ് എൻ്റെ ദൈവമാണ്, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. ജീസസ്, യു ആർ മൈ ഗോഡ്. അപ്പാ, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം എന്നൊന്ന് പറയാം. കുമ്പിടും തൃപ്പാദേ, അത്യുച്ചത്തിലാർക്കും നീ എൻ ദൈവം. മാധുര്യവാൻ കർത്തൻ, യോഗ്യനെന്നും നീ, എൻ പ്രിയൻ നീ മാത്രം എന്നെന്നുമേ. You're altogether lovely, altogether worthy, altogether wonderful to me. ആ നല്ല ദൈവത്തെ നോക്കി എൻ്റെ കർത്താവാണ് എൻ്റെ യേശുവപ്പ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണ് എൻ്റെ യേശുവപ്പ എന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ എല്ലാവരും ആ രണ്ട് കരങ്ങളും ഒന്ന് ചേർത്തടിച്ച്, ശക്തമായ കരങ്ങളൊന്ന് ചേർത്തടിച്ച്, ഓ Jesus amin Hanamin hula Kalamasin
servant, free of my own. Perfect submission, perfect delight, visions of rapture now burst on my side. Angels descending, bring from above echoes of mercy, whispers of love. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long. Yeshua Swandam, Hallelujah. തുറന്ന സ്വർഗം കാണുന്നിതാ, പാപം താൻ നീക്കി രക്തത്തിനായി ദൈവകുഞ്ഞാക്കി ആത്മാവിനായി എനിക്കു പാട്ടും പ്രശംസയും. ദൈവകുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും. ദൈവകുഞ്ഞാടും തൻ കുരിശും. ഒരു വാഗ്ദത്തത്തെ ഒന്ന് ഓർമ്മിപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാനീ പറയാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനഭാഗം ദൈവസഭയോടുള്ള ഒരു വാഗ്ദത്തമാണ്. നമ്മളോട് കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ടിട്ടുള്ളതും എന്നാൽ ചില സാഹചര്യവശാൽ നാം ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മറന്നിരിക്കുന്നതായ, നമ്മൾ പതറിപ്പോകുന്ന ചില മേഖലകളെ ഒന്ന് ഉറപ്പിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഒന്നുകൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. മതി. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പാസ്റ്റങ്ങൾ ഇവിടെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പം ഇതിൻ്റെ ലാസ്റ്റ് വേർഡ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മളത് ഒരു ഫാമിലിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് പകൽ ദൈവസഭയോട്, ഓരോ വ്യക്തികളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ എന്ന് പറയുമ്പം ഒരു വ്യക്തിയോട് അങ്ങനെ എടുക്കരുത്. നമുക്കത് ആ വ്യക്തികൾ ശത്രുക്കളല്ല. ആമേൻ, ഹല്ലേലൂയ. ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല.
ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഈ മോശയോട് കൂടെ ഇരുന്നത് പോലെ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ പോരെ? മോശയോട് കൂടെ ഇരുന്നത് പോലെ ഇരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മോശ വലിയൊരു പ്രവാചകൻ, അവർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രവാചകൻ. അവരെ അത്രത്തോളം ദൈവത്തിൽ നിന്ന് കേട്ട് മോശയോട് ദൈവം ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു എന്നാ നമ്മൾ വചനത്തിൽ കാണുന്നത്. അത്രത്തോളം ഇൻറ്റിമസിക്കകത്ത് ജനത്തെ നയിച്ച ഒരാളാണ്. ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസിക്കകത്ത് ജനത്തെ നയിച്ചുകൊണ്ട് പോയ ഒരാളാണ് മോശ. അപ്പം ഈ മോശ പെട്ടെന്ന് മാറിയപ്പം വാഗ്ദത്തം എവിടെയാ? കനാനിലെത്തിക്കും. പക്ഷേ മോശ പാതി വഴി വന്നപ്പോൾ മോശയോട് തന്നെ ദൈവം സംസാരിക്കുന്നുണ്ട്, നീ അവിടെ എത്തിച്ചേരത്തില്ല, നീ ആയിരിക്കില്ല അവിടെ എത്തിക്കുന്നത്, നീ ആയിരിക്കില്ല, നിനക്ക് ഇതിന് പകരം ഒരാൾ യോശുവയെ ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന് മോശയോട് പറയുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഈ മോശ ഇപ്പം നിലവിൽ മോശയാണ് ദൈവം തിരഞ്ഞെടുത്ത് ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണെന്നൊക്കെ പറഞ്ഞാണ് മോശ തുടങ്ങിയതെങ്കിലും മോശയ്ക്ക് ധൈര്യം കൊടുത്ത് ബലം കൊടുത്ത് ആ യാത്രയ്ക്കകത്തേക്ക് മോശയെ പ്രവേശിപ്പിച്ച് ജനത്തെ നയിച്ചു കൊണ്ടുവന്നു. പാതി വഴി വന്നപ്പോൾ മോശ പോയി എങ്കിലും, മോശയുടെ കാലഘട്ടം കഴിഞ്ഞെങ്കിലും വാഗ്ദത്തത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം എവിടെ എത്തിക്കുമെന്നാണോ ദൈവത്തിൻ്റെ ആത്മാവ് ജനത്തോട് പറഞ്ഞത്, മോശ എന്ന പ്രവാചകനിലൂടെ അവരെ അറിയിച്ചത്, അടുത്തയാളെ കർത്താവ് അതിന് പകരം എഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽ ദൈവസഭയോട് ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദമായി കൈമാറുകയാ. സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, അതെൻ്റെ കർത്താവിന് വിഷയമില്ല. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം ദൈവത്തിന് വിഷയമല്ല, വ്യക്തി ദൈവത്തിന് വിഷയമല്ല, പ്രതികൂലങ്ങളോ പ്രതിസന്ധിയോ രോഗമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. കർത്താവ് എന്താണ് പറഞ്ഞത്? ഈ ശബ്ദം എന്താണ്? നമ്മളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദം എന്താണ്? ഇന്ന് പകൽ സഭ അതിനകത്ത് ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മളൊരു സ്മൂത്തായിട്ടുള്ള ഒരു യാത്രയിലല്ല. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ വിശ്വസിക്കുന്നു, തിരുവചനം ഇങ്ങനെ വായിക്കുമ്പോൾ യോശുവയെ ദൈവം സെലക്ട് ചെയ്തു. യോശുവയെ സെലക്ട് ചെയ്തതിന് ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്കിലോട്ട് പഠിച്ചു പോകുമ്പോൾ സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ മോശയെ കൊണ്ട് തന്നെ ദൈവം യോശുവയുടെ പേര് ചേഞ്ച് ചെയ്താ യോശുവയെ നാക്കിയത്. ഹോശയ, നൂൻ്റെ മകനായ ഹോശയെ ഇനി എന്തായി? ഇന്നു മുതൽ നൂൻ്റെ മകനായ യോശുവ എന്ന് വിളിക്കണം. അവിടം മുതലേ ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഉള്ള സംഭവമാണ്, ഇപ്പം നടക്കുന്നത് ഇപ്പോൾ ഉള്ളതാ. പക്ഷേ ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിന് ഇതിനു മുന്നമേ, ദിവസങ്ങൾക്ക് മുന്നമേ ദൈവം അതിനുള്ള ആ പരിഹാരം നിശ്ചയിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ മോശ മരിക്കുന്നതിന് മുൻപേ യോശുവയെക്കുറിച്ച് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു ദൈവം. എന്നിട്ട് പറയുകയാ, അവിടെ ആ യോശുവയെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം എൻ്റെ അകത്ത് കർത്താവ് ഇടപെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇവരെ ഒറ്റുനോക്കാൻ, നിങ്ങൾ കനാൻ എന്ന ദേശത്തെ ഒറ്റുനോക്കുവാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഓരോ ഗോത്രത്തിനകത്ത് നിന്നും ഓരോരുത്തരെ ദൈവം അയച്ചു. മോശ അയച്ചു. ഇങ്ങനെ അയച്ച സമയത്ത് അവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇവരെല്ലാം പോയി നോക്കിയിട്ട് എല്ലാവരും വന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾക്കിത് പിടിച്ചടക്കാൻ നമുക്കിത് പറ്റത്തില്ല, നമ്മൾ പരാജയപ്പെട്ടു പോകും, തോറ്റുപോകും, ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞപ്പം 2 പേര് പറഞ്ഞു, അല്ല, നമുക്കിത് പറ്റും, നമ്മുടെ ദൈവത്താൽ ഇത് സാധ്യമാകും. ഇവിടെയാണ് ദൈവത്തിന് അവൻ്റെ മേലൊരു ദൃഷ്ടി വെളിപ്പെട്ടു. നമ്മൾ ഓരോ സാഹചര്യത്തിലും എങ്ങനെ നമ്മുടെ ദൈവത്തെ കൊണ്ടുപോകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും ഒരു വിഷയത്തിൽ കൂടി ഒരുപോലെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയരുത്, ഈ വിഷയം, അവർക്കുണ്ടായ വിഷയം, ഇതേ സെയിം വിഷയം, എനിക്കും ഇത് തന്നെ സംഭവിക്കും, ഇതായിരിക്കും എൻ്റെ. നോ, അങ്ങനെയല്ല. കർത്താവിൻ്റെ
കൃപ പ്രാപിച്ച ദൈവകൃപയ്ക്കകത്ത് നടക്കുന്ന നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഏതിൽ കൂടി ഞാൻ കടന്നു പോയാലും, ഞാൻ തീക്കകത്തൂടാണോ, ഞാൻ വെള്ളത്തിൻ്റെ അകത്തുകൂടിയാണോ, അവിടെ എരിഞ്ഞു പോകാതെ, തീക്കകത്ത് ഞാൻ പെട്ടാലും ഞാൻ വീണാലും എരിയാതെ, വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ മുങ്ങിപ്പോകാതെ എന്നെ എഴുന്നേൽപ്പിക്കുന്ന, എൻ്റെ കൂടെ നടക്കുന്ന ഒരുവൻ ഉണ്ടെന്ന് ഇന്ന് പകൽ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിത യാത്രയ്ക്കകത്ത് നമുക്ക് എപ്പോഴും കർത്താവിൻ്റെ മക്കൾക്ക് പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കൾ വ്യത്യസ്തരാണ്. അവരുടെ തീരുമാനങ്ങൾ വ്യത്യസ്തതയുള്ളതാണ്. എല്ലാവരും എടുക്കുന്ന തീരുമാനത്തിൽ കർത്താവിൻ്റെ മക്കൾക്ക് യാത്ര ചെയ്യാൻ വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. നമ്മൾ വ്യത്യസ്തരാണ്. ഹല്ലേലൂയ. നമ്മുടെ തീരുമാനങ്ങൾ കർത്താവിന് പ്രസാദമുള്ളതായിരിക്കണം, കർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടതായിരിക്കണം. ഈ ഒരു വാക്കിനകത്ത് അവരുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി വെളിപ്പെട്ടു. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു, കാലേബും യോശുവയും വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിച്ചു. പക്ഷേ ഹല്ലേലൂയ, ബാക്കിയുള്ള മുഴുവൻ പേരും പട്ടുപോയി. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് നമ്മുടെ കർത്താവാണോ ഉയർന്നിരിക്കുന്നത്? അതിനകത്തുകൂടി ദൈവത്തിൻ്റെ മഹത്വം. ആരും അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാലും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അല്ലാതെ മറ്റുള്ളവരെ പോലെ നമ്മളും ഇതിനകത്ത് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മിലൂടെ നമ്മുടെ കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വചനം ഇങ്ങനെ പറയുന്നു, ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നമ്മൾ എന്ത് കൽപ്പിക്കുന്നോ അത് സംഭവിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കിത് സാധ്യമാകാത്തത്? നമ്മൾ പലപ്പോഴും പലയിടത്തും നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ കർത്താവിനോടുള്ള വിശ്വാസത്തിൽ നമ്മൾ എവിടെയൊക്കെയോ ഡൗണായി പോകുന്നത് കൊണ്ടാണ്. എന്തിലൊക്കെയോ നമ്മൾ ചില കാര്യങ്ങളെ കർത്താവിനേക്കാൾ വലുതായി കാണുന്നത് കൊണ്ടാണ്. കർത്താവിനേക്കാൾ വലുതായി കാണുന്നതെന്ന് വെച്ചാൽ പ്രതികൂലങ്ങൾ വരും. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് മാറ്റം, നമുക്ക് പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് സന്തോഷം വരുമ്പോഴും ദൈവത്തിന് മാറ്റമൊന്നുമില്ല. ഉണ്ടോ? ഹല്ലേലൂയ. അവൻ സ്റ്റിൽ എപ്പോഴും ഒരുപോലെ തന്നെ, അവന് മാറ്റമൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, പ്രതികൂലത്തിൽ കൂടി പോയാലും, കടത്തിനകത്തൂടെ പോയാലും, കഷ്ടതയ്ക്കകത്തൂടെ പോയാലും, രോഗത്തിനകത്തൂടെ പോയാലും, ഇതിനകത്തെല്ലാം നമ്മൾ എങ്ങനെയാണ് കർത്താവിൻ്റെ അടുത്ത്, നമ്മുടെ ഡിസിഷൻ എന്താ? ഇത് കർത്താവിന് വലിയ കാര്യമാണ് കേട്ടോ. ഒരു ദൈവ പൈതലിൻ്റെ ഡിസിഷൻ എന്താ? ഇത് കർത്താവിന് വലിയ കാര്യമാണ്. ഞാൻ ഒരു പ്രവചന ശബ്ദം എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചില വിഷയങ്ങൾക്കകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക കേട്ടോ. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നെ എങ്ങനെ കാണിക്കുന്നു? ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില സാമ്പത്തിക മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം ചലിക്കുന്നത് ഈ ദിവസങ്ങളിൽ കാണും. അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കർത്താവ് കാണിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഹല്ലേലൂയ. നമ്മുടെ ഡിസിഷൻ കർത്താവിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് പകൽ ഞാൻ ദൈവസഭയോട് പറയാം, നമ്മുടെ ഡിസിഷൻ, നമ്മൾ എടുത്തു വയ്ക്കുന്ന ഡിസിഷൻ, അതിനകത്താ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആരെന്ത് കാര്യം ഇതിനകത്തൊന്നും സാധ്യമല്ലെന്ന് പറഞ്ഞാലും, ഒരു സാധ്യതയും ഇല്ലെങ്കിലും ഹല്ലേലൂയ, കൃപയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ വിളിച്ചു പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഇത് സാധ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതിനെ മറികടക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ രോഗത്തെ മറികടക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രതികൂലത്തെ മറികടക്കും. എൻ്റെ ദേശത്ത് ഞാൻ പരസ്യമായി അപമാനിക്കപ്പെടാനല്ല ദൈവം എന്നെ വിളിച്ചത്. എൻ്റെ ദേശത്ത് ഞാൻ പരസ്യമായി മാനിക്കപ്പെടും. ഹല്ലേലൂയ. ശന്തുരി ജഗൽ
ഘടകസ്യാലബ ലാഥബാനകൾ ഘടകസ്യ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ആമേ പരസ്യമായി അപമാനിക്കപ്പെടുമോ, പരസ്യമായി ആമേ ഹല്ലേലൂയ നിന്ദിതരാകുമോ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇന്ന് പകൽ ചിലതിരിപ്പുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ എനിക്ക് ലഭിച്ച ആമേ ദൈവ ശബ്ദത്തിൻ്റെ ഉറപ്പിൽ ഞാൻ ആമേ ഹല്ലേലൂയ നിങ്ങളോട് പറയാം, ആമേ നിങ്ങൾ ഒരിക്കലും അപമാനിക്കപ്പെടത്തില്ല. ഏത് വിഷയമായിക്കോട്ടെ, ഇന്ന് പകൽ ഉറപ്പോടെ പറ, ഞാനതിനെ യേശുവിൻ്റെ നാമത്തിൽ ജയിക്കും, ഞാനതിനെ യേശുവിൻ്റെ നാമത്തിൽ ജയിക്കും. ഇന്ന് പകൽ നിങ്ങൾ വായ് തുറന്ന് പറഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കും. നിങ്ങൾക്ക് എന്താ ആവശ്യം അത് ആമേ കർത്താവിൻ്റെ കരത്തിലുണ്ട്. ആമേ കർത്താവ് ചില സമയങ്ങളിൽ നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഇവൾ ആമേ എങ്ങനെയാ, എന്നെ ഇതിനകത്ത് എന്താ, കർത്താവിൻ്റെ റോൾ എന്താ? ആമേ നമ്മൾ സങ്കടപ്പെടുന്നത് കർത്താവിൻ്റെ മക്കളാണ്. നമ്മൾ സങ്കടപ്പെടുന്നത്, നമ്മൾ വേദനിച്ചിരിക്കുന്നത് ഒരിക്കലും കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. ആണോ? കർത്താവ് ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇതിനകത്തുകൂടി എല്ലാം കടന്നു പോകുമ്പോൾ, ഒരിക്കൽ പരിശുദ്ധാത്മാവ്, ഞാനൊരു പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഒരിക്കൽ ഒരു കാര്യം എന്നെ കാണിച്ചു. കർത്താവ് എന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ ഒരു വസ്ത്രം ധരിപ്പിച്ചിട്ടില്ലേ? അമ്മ ഞാൻ പറഞ്ഞു, കർത്താവേ ഉണ്ട്, ആമെ ധരിപ്പിച്ചിട്ടുണ്ട്. ആമെ ഹാലെ, നമ്മളെല്ലാം ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നവരാ. ഹല്ലേലൂയ. നമ്മൾ രാജകീയ പുരോഹിത വർഗമാ. ദൈവം നമ്മളെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പം കർത്താവ് എന്നോട്, ഞാൻ ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുക, നീ ഒന്ന് നോക്കേ, നിന്റെ ഡ്രസ്സിലോട്ടൊന്ന് നോക്കേ, നീ ഓരോന്നിൻ്റെ അകത്തുകൂടി പോയപ്പോൾ ഓരോ മുത്ത് കർത്താവ് അതിനകത്ത് തുന്നിച്ചേർത്ത് വെച്ചേക്കുക. ഹല്ലേലൂയ. ഇത് നമ്മൾ കാണത്തില്ല. ആമേ ഹല്ലേലൂയ. ഇത് ചേർത്ത് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴേ ഏറ്റവും ഒടുവിലാണ് ഒരു ചിത്രം അതിൻ്റെ പാതി വെച്ച് നമ്മൾ കണ്ടാൽ അത് അത്ര രസമായിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷെ അത് ഫിനിഷ് ചെയ്ത് വരുമ്പോഴാണ് ഇത്ര സൂപ്പറാണോ, ഇത്ര ബ്യൂട്ടിഫുൾ ആണോ. ഇതുപോലെ നാം ഓരോന്നിനകത്തുകൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ വസ്ത്രത്തിൻ്റെ അകത്ത് ചിലത് കർത്താവ് തുന്നിച്ചേർത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചില ശ്രേഷ്ഠമായ മനോഹരമായത് ആക്കി നമ്മളെ തീർക്കാനാ ഇതിനകത്തുകൂടി ഒക്കെ നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ സഭയോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഉറപ്പായിട്ട് പറയട്ടെ, ചിലത് നിങ്ങളെ തോൽപ്പിച്ചു കളയാനല്ല, ചിലത് ഒരു പടി കൂടി കർത്താവിനോട് അടുപ്പിക്കാനാ, ഒരു പടി കൂടി നമ്മളെ ജയത്തോടെ നടത്താനാ, ആ ഇൻറ്റിമസിക്കകത്ത് നമ്മളെ ഒന്നുകൂടി ചേർത്ത് പണിയാനാ. അതുകൊണ്ട് ആമേൻ, ധൈര്യത്തിനകത്ത് കർത്താവ് നമ്മളെ കൈവിട്ടിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. ഞാനിങ്ങനെ എൻ്റെ കാതിൽ കേൾക്കുകയാണ് പാസ്റ്റങ്ങളെ ചില ശബ്ദങ്ങൾ. ആമേൻ കർത്താവ് ഞങ്ങളെ കാണുന്നൊന്നും ഇല്ലയോ? ഹല്ലേലൂയ. എന്നെ കാണുന്നില്ലേ? ആമേൻ. ഇത്രേ പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇതൊന്നും കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയാം, കാണാഴികയല്ല, കേൾക്കാഴികയല്ല, ആമേൻ, മഹത്വകരമായി ഒന്ന് വെളിപ്പെടേണ്ടതിനാണ്. ഹല്ലേലൂയ. ആമേൻ, മഹത്വം വെളിപ്പെടേണ്ടതിനാ. ആമേൻ. ഞാൻ ചോദിക്കാം, കാനാവിലെ കല്യാണത്തിന് എന്ത് ചെയ്തു? പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഞാൻ ചോദിക്കട്ടെ, അവിടെ അത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ കർത്താവിന് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവരെ അപമാനിക്കാൻ വേണ്ടിയാണോ കർത്താവ് അത് ചെയ്തത്? അല്ല. എന്തിനാ? അവിടെ ഒരു ചെറിയ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടപ്പോൾ ആ ദേശം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞു. ഹല്ലേലൂയ. കാനാവ് മുഴുവൻ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു. ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചിലത് ഒന്ന് വെളിപ്പെടുത്താനാ നമ്മളെ. ഹല്ലേലൂയ. എങ്ങനെ വെളിപ്പെടുത്താനാ? അവൻ്റെ മഹത്വത്തോടെ വെളിപ്പെടുത്താൻ. ആമേൻ. ദൈവം അവൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, എന്ത് പ്രതികൂലമായിക്കോട്ടെ, കർത്താവ് ഒരിക്കലും മെഡിക്കൽ സയൻസിന് മഹത്വം കൊടുക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും മനുഷ്യന് മഹത്വം പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. മഹത്വം മുഴുവൻ നമ്മുടെ കർത്താവിനാണ്. നമുക്ക് എന്തോ നമ്മുടെ ജീവിതത്തിൽ ചെയ്താലും അതിൻ്റെ മുഴുവൻ മഹത്വം കർത്താവിന്. കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ ദ ബെസ്റ്റായതേ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ധൈര്യത്തോടെ ബലത്തോടെ പോകുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. താങ്ക് യു. വിവചന ശുശ്രൂഷയിലേക്ക് അവിടുന്ന് പ്രവേശിക്കാം. എല്ലാവരും ഒരു മിനിറ്റ് കൂടെ കണ്ണുകൾ അടച്ചാട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവച്ചയനോട് സംസാരിക്കണമേ. കർത്താവച്ചയനോട് സംസാരിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, പ്രിയ പൈതൽ ജീനയിലൂടെ കേൾക്കപ്പെട്ടതുപോലെ
ഒരു വലിയ ഉറപ്പ് കർത്താവ് പറയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഇവിടെ യോശുവയുടെ കൂടെ ഇരിക്കും എന്നുള്ളതിനേക്കാൾ എൻ്റെ അകത്തെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുന്നത് കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ. ആമേൻ എന്ന് പറഞ്ഞാൽ മോശയോട് കൂടെ ഇരുന്നു എന്നുള്ളതിനെ പറയാൻ ലജ്ജയില്ലാത്തൊരു ദൈവം, മടിയില്ലാത്തൊരു ദൈവം. ഞാൻ മോശയുടെ കൂട്ടുകാരനാടാ എന്ന് പറയാൻ സന്തോഷമുള്ളൊരു ദൈവം. മോശ എൻ്റെ ഫ്രണ്ടാന്ന് പറയാൻ ഹല്ലേലൂയ മടിയില്ലാത്തൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ദൈവം പറയട്ടെ ഞാൻ സാമിനോട് കൂടെ, ഞാൻ ബിന്ദുവിനോട് കൂടെ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പേര് പറഞ്ഞിട്ട് പറയാം, ഞാൻ അവരോട് കൂടെ ഇരുന്നത് പോലെ, ഞാൻ അവരോട് കൂടെ ഇരുന്നത് പോലെ ഹല്ലേലൂയ നിന്നോട് കൂടെ ഇരിക്കും. നിങ്ങൾ എത്ര പേരിന്ന് പകലാത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ചില ദൈവപ്രവർത്തികൾക്ക് എൻ്റെ പേരൊരു അടയാളമായി എഴുന്നേൽക്കട്ടെ. ചില ദൈവപ്രവർത്തികൾക്ക് എൻ്റെ പേര് ഒരു സാക്ഷ്യമായി എഴുന്നേൽക്കട്ടെ. ചില ദൈവപ്രവർത്തികൾക്ക് എൻ്റെ പേര് ഒരു അനുഗ്രഹമായി എഴുന്നേൽക്കട്ടെ. കർത്താവേ, അങ്ങനെ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ആമേൻ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ പൊതിയും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സങ്കീർത്തനങ്ങൾ 119 113 114 വാക്യം. സാംസ് നമ്പർ 119 വേഴ്സസ് 113 and 114. ഓക്കെ. എന്നാൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. അടുത്ത്, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു. ആമേൻ. NLT ട്രാൻസ്ലേഷനിനകത്തൊന്ന് ഇടാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. ഓക്കെ, വായിച്ചോ. അത് 114 113 വായിച്ച്. I love your instructions. I love your instructions. അടുത്ത്, you are my refuge and my shield. Your word is my source of hope. Okay? Okay. 13ാമത്തെ വാക്യം. ഇത് ഏത് ട്രാൻസ്ലേഷന്? Not TPT, put NLT. NLT. TPT. ഓക്കെ. ഉപദേശങ്ങൾ പലർക്കും ഇഷ്ടമല്ല. ഇൻസ്ട്രക്ഷൻസ് പലപ്പോഴും മനസ്സ് തുറന്ന് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒരു പിതാവെന്ന നിലയിൽ, ഒരു മാതാവെന്ന നിലയിൽ തലമുറകളോട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഇന്നത്തെ തലമുറ പലരും മുഖത്ത് നോക്കി പറയും, പപ്പയ്ക്കൊന്നും അറിയത്തില്ല, മിണ്ടാതിരിക്കാൻ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അമ്മയോട് നോക്കിയിട്ട് പറയും, അമ്മയ്ക്ക് എന്നെ അറിയാം. ഈ അപ്പനും അമ്മയും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കകത്തു നിന്നാണ് ഇൻസ്ട്രക്ഷൻസ് തലമുറകൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അനുഭവങ്ങളിൽ നിന്നാണ്. തലമുറകൾ ഇന്ന് മുഴുവൻ കാണുന്ന ടെക്നോളജികൾക്കകത്തു നിന്നും, കാണുന്ന ബന്ധങ്ങൾക്കകത്തു നിന്നുമാണ് അവരുടെ ലൈഫിനെ അവർ മോഡിഫൈ ചെയ്യുക എന്ന് പറയുന്ന വാക്ക് തെറ്റായിരിക്കും, അവർ അതിലേക്ക് പോകുന്നത്. ഓക്കെ. എന്നാൽ ഇവിടെ 113ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് വളരെ വ്യക്തമാണ്. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്ത്യ അതൊന്ന് ഉറക്കെ വായിച്ചേ. NLTയിലൊന്ന് വായിച്ചേ. ഇരു മനസ്സുള്ളവരെ ഞാൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ബട്ട് ഐ ലവ് യുവർ ഇൻസ്ട്രക്ഷൻസ്.
ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിനകത്തെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും, കർത്താവ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന. ദീന ദൈവവചനത്തിന് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ. എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നത്? മോശയോട് കൂടെ ദൈവം ഇരുന്നതിൻ്റെ കാരണം, മോശയ്ക്ക് ഇഷ്ടമുള്ളതല്ല ദൈവം പറഞ്ഞത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം മോശയോട് പറഞ്ഞു. മോശ അത് മുഴുവൻ കേട്ടു. ചേർന്നൊരാമേൻ പറയാമോ? ആ കേട്ടത് മുഴുവൻ താൻ അനുസരിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേർ ആത്മാർത്ഥമായിട്ട് പറയും, ഈ ദൈവവചനത്തിനകത്ത് എനിക്ക് വേണ്ടിയ, നിങ്ങൾക്ക് വേണ്ടിയ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയുന്ന ഒരു അനുഭവം ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. നമുക്കെല്ലാവർക്കും ഒരു ഫസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് ലൈഫിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 9 months 10 days അങ്ങനെയൊക്കെയായിരുന്നു. ചിലർ അല്പം നേരത്തെ വന്നാൽ നമ്മൾ അവരെ വിളിക്കും, അത് പ്രീമെച്യൂറാന്ന് പറയും, പ്രായമാകുന്നതിന് മുൻപ് വന്ന. അതുകൊണ്ട് അമ്മമാർ പറയും, പ്രീമെച്യൂർ ബേബീസ് ആണെങ്കിൽ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ ബിഹേവിയേഴ്സൊക്കെ വ്യത്യസ്തമായിരിക്കും. പ്രൈസലോ, അത് പ്രീമെച്യൂറാ, സമയത്തിന് മുൻപായതാണ്. പ്രൈസലോ. അപ്പോൾ ഒരു ലൈഫ് പക്വമാകണം. ചേർന്നൊരാമേൻ പറഞ്ഞേ, ഒരു ലൈഫ് പക്വമാകണം. പ്രൈസലോ. ആ ലൈഫ് ഫസ്റ്റ് ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ഡ്യൂറേഷൻ 9 മാസമാണ്. 9 മാസവും ചില ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ലൈഫ്. ആ ലൈഫ് കഴിഞ്ഞു. ഇപ്പം നമ്മളെല്ലാം നിൽക്കുന്നത് ഒരു സെക്കൻഡ് ലൈഫിലാണ്. ചേർന്നൊരാമേൻ പറയാമോ? സന്തോഷത്തോടെ പറയാമോ? എനിക്കൊരു രണ്ടാമത് ജീവിതം തന്നതിനായി സ്തോത്രം. ഒന്നാമത്തെ ജീവിതത്തിന് നമുക്ക് ചോയ്സ് ഇല്ല, രണ്ടാമത്തെ ജനനത്തിനും നമുക്ക് ചോയ്സ് ഇല്ല, എവിടെ ജനിക്കണമെന്ന് നമുക്കൊരു ചോയ്സ് ഇല്ല. പക്ഷെ രണ്ടാമത്തെ ജീവിതമാണ് നമ്മെ മൂന്നാമത്തെ ലൈഫിലേക്ക് എവിടെയാകണം എന്ന് നമ്മളെ ആക്കി തീർക്കുന്നത്. സ്തോത്രം. ഒന്നാമത്തെ ലൈഫിൽ എനിക്ക് എൻ്റെ മമ്മിയുടെ ഉദരത്തിൽ തന്നെ ജനിക്കണം എന്ന് പറയാൻ എനിക്കൊരു ചോയ്സ് ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉൾഗ്രാമത്തിൽ എഴുത്തും വായനയും പോലും അറിയാത്ത ഒരു ലീലാമ്മയുടെ മോനായിട്ട് ജനിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. നിങ്ങൾ സമ്മതിക്കുമോ? വീട്ടിൽ പോയിട്ട് ചിന്തിച്ചാൽ മതി. ഏതെങ്കിലുമൊക്കെ ഒരു ഉൾഗ്രാമത്തിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത്തെ ലൈഫ്, ഈ ജീവിതത്തിൻ്റെ അകത്തും നമുക്ക് ചോയ്സ് ഇല്ലാതെ നമ്മൾ ജനിച്ചേ. കാലാവധി പറയാനും നമുക്ക് പറ്റത്തില്ല. എത്ര വർഷം ഞാൻ ജീവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വചനം പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. നമ്മെ ഇന്ന് കണ്ടു നാളെ വാടുന്ന പൂക്കളെ പോലെ, അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലൈഫിനകത്ത്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. താൽക്കാലികമാ. എന്നാൽ ഈ താൽക്കാലിക ജീവിതമാണ് അടുത്ത മൂന്നാമത്തെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ആമേൻ, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ, ഒന്നെങ്കിൽ നിത്യദണ്ഡനമെന്ന് നമ്മുടെ ഭാഷയിൽ നിത്യ നരകത്തിൻ്റെ അനുഭവമുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് നിത്യജീവനെന്ന് സ്വർഗത്തിൻ്റെ അനുഭവമുണ്ട്. ഇത് രണ്ടും എറ്റേണിറ്റിയാണ്. ആമേൻ. അവിടെ 9 മാസത്തെ ലൈഫ് അല്ല. ആയിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ത്യാഗം സഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 60, 70, 80 വയസ്സിന്റെ ജീവിതമല്ല. ആണെങ്കിൽ നമ്മൾ ഇത്രയും ബന്ധപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ജീവിതത്തിന് ആമേൻ, ഹല്ലേലൂയ, കോടാനുകോടി വർഷങ്ങളുടെ ആമേൻ, ഹല്ലേലൂയ, ലൈഫ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ജീവിതത്തിൻ്റെ അകത്ത് ആ ലൈഫ് എങ്ങോട്ടാകണമെന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കാം. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് നമ്മൾ ചില അനുഭവങ്ങൾ കൊണ്ടാണ് പറയുന്നത്, ഞാൻ ഈ നരകത്തിൽ നിന്ന് അങ്ങ് പോവുകയെന്ന്. ആമേൻ, ഹല്ലേലൂയ. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ പല്ലും കടിച്ച് നമ്മുടെ എന്ന് പറയുന്ന മുഴുവൻ ഫ്രസ്ട്രേഷൻസ് എല്ലാം വെളിയിലെടുത്ത് നമ്മുടെ ആ വേദനയും കയ്പും എല്ലാം ഞാൻ ഈ നരകത്തിൽ നിന്ന് അങ്ങ് അത് പോകുന്ന അനുഭവിക്കാറൊക്കെ കുടുംബജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു വാക്കാണ്. അവിടെ കിടക്കട്ടെ. ഷൈലാൻഡ് ചിരിക്കുന്നു. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. അയച്ചാൻ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ആമേൻ, ഹല്ലേലൂയ, ഞാൻ അങ്ങ് പോവുക. പക്ഷെ എങ്ങോട്ടാന്നൂടെ ചിന്തിച്ചിട്ട് വേണം പോവാന്ന് പറയാൻ.
പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ലക്ഷ്യം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ടീനേജിലേക്ക് കയറുന്ന കുഞ്ഞുങ്ങളെ എന്താണ് ടീനേജ് എന്ന് ആമേൻ ഹല്ലേലൂയ കൂട്ടുകാർ പറഞ്ഞു കൊടുത്തോട്ടെ, ആമേൻ പറഞ്ഞിരിക്കരുത്, ഇച്ചിച്ചിയാന്ന് പറഞ്ഞിരിക്കരുത്. പറയേണ്ടത് പച്ചയ്ക്ക് മക്കളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ രാത്രി അവർ റൂം അടച്ചിരുന്ന് ഇത് അന്വേഷിക്കും. 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ ആയപ്പോഴേ നമ്മൾ പിള്ളേർക്ക് നല്ല ഫുഡ് ഇല്ലെങ്കിലും മൊബൈൽ ഉണ്ടല്ലോ ഇപ്പം, ഇല്ലേ? നിങ്ങൾ എന്നോട് പറ. ആമേൻ. സ്വന്തമായി കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നെങ്കിലും ഇതിൻ്റെ പല പരിപാടികളും എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളുടെ കയ്യിലോട്ട് കൊടുത്താൽ ആമേൻ കറക്റ്റായിട്ട് അത് എന്താണ് ഏതാണ് എങ്ങനെ നല്ലതായിട്ടറിയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് അവരത് നല്ലതായിട്ട് യൂസ് ചെയ്തിട്ട് റോങ് ഇൻഫർമേഷൻസിനകത്തേക്ക് പോയി ആമേൻ അവർ പരാജയപ്പെടും. അതുകൊണ്ട് വീടിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത് നിങ്ങൾ ആമേൻ മോശം വിചാരിച്ചിരിക്കരുത്, നിങ്ങളത് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞതിനിടയ്ക്ക് എസ്തേറെ നമുക്ക് വേഗത്തിൽ നമ്മുടെ ഗ്രോ മീറ്റിംഗ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കണം. ഓക്കെ. ആമേൻ. അതുകൊണ്ട് നോക്കിയേ, ആമേൻ ഈ ഉപദേശങ്ങൾ പറയുക, ഇൻസ്ട്രക്ഷൻസ് പറയുക പലർക്കും ഇഷ്ടമല്ല, കേൾക്കുന്നത് ഇഷ്ടമല്ല. രാവിലെ ഞാൻ കണ്ടു വാവ നമ്മുടെ സച്ചുവിനെ പിടിച്ചെടുത്ത് രാവിലെ ബൈബിൾ വാക്യം പഠിപ്പിക്കുക മോളിൽ GCHലിരുന്ന്. അപ്പോൾ അവനിങ്ങനെ സൺഡേ സ്കൂളിൻ്റെ ബൈബിൾ വാക്യം അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ അപ്പുറത്തിരുന്ന് ചോദിക്കുക, ഇത് തീരാറായില്ലേ എന്ന്, ഇത് കഴിയാറ്. അമ്മേ ഒരു വാക്യം 3 പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് അത് കേട്ടപ്പോഴേ ആൾക്ക് അല്ലേ. എന്നാൽ ഉണ്ടോ അമ്മേ അടുത്തൊരെണ്ണം 2 കാലിനടി വന്ന് കിടന്ന് അമ്മൻ ഇരിക്കുന്നു, തൂങ്ങുന്നു, ഉറക്കം വരിക. പ്രൈസല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചർച്ചിനകത്ത് ദൈവിക വിഷയത്തിനകത്ത് നമ്മളിത് കേൾക്കുമ്പോൾ ഈ മങ്ങലും തൂക്കവും ക്ഷീണവും കാണിക്കുന്നതൊക്കെ ഇപ്പം ആമേൻ ആശീർവാദം അങ്ങോട്ടൊന്ന് പറഞ്ഞ്, ഞാൻ ആശീർവാദം പറയുന്നില്ല കാരണം ചിലർ പെട്ടെന്ന് ഉണർന്നാലോ, അതുകൊണ്ട് ആശീർവാദം അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ എന്നെ ലൈവ് ആവുക ഭയങ്കരമായിട്ട്. പ്രൈസല്ലോ. ആമേൻ ഹല്ലേലൂയ. പ്രൈസല്ലോ. അപ്പം ആമേൻ ഈ നല്ല കാര്യങ്ങൾ കേൾക്കുന്നത് നമുക്ക് പലർക്കും ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ എന്നാൽ ഭക്തൻ പറയുന്ന ഒരു വാക്യതാണ്, ഐ ലവ് യുവർ ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾ എത്ര പേരെന്നോട് ചേർന്ന് പറയും, കർത്താവേ എന്നെ ഉപദേശിക്കണമേ? ഒരു നല്ല വാക്യം കേട്ടില്ലല്ലോ. എത്ര പേർ ചേർന്ന് പറയും, കർത്താവേ എന്നെ ഉപദേശിക്കണമേ? കർത്താവേ എന്നെ ഉപദേശിക്കണമേ, കർത്താവേ എന്നെ ഉപദേശിക്കണമേ. ഓക്കെ, വായിക്കാം 114 വാക്യം. യു ആർ മൈ റെഫ്യൂജ്. ഇൻസ്ട്രക്ഷൻ ഏറ്റെടുക്കുന്നവരെ നോക്കി, ദൈവിക ഉപദേശങ്ങൾക്കകത്ത് നിൽക്കുന്നവരെ നോക്കി ഒരു വചനം ഇവിടെ നമുക്ക് ഉറപ്പ് പറയാ. അവൻ തന്നോട് തന്നെ താൻ ദൈവത്തോട് പറയാ, വേറെ ആള് പറയല്ല, നീ എൻ്റെ മറവിടമാണ്. ദൈവിക ഉപദേശത്തിൻ്റെ അകത്തു നിൽക്കുന്ന ഒരുവന് ധൈര്യത്തോടെ പറയാൻ പറ്റും, കർത്താവ് എന്നെ മറയ്ക്കാനുണ്ടെന്ന്. മറവിടമോ, റെഫ്യൂജാണ്. ലോർഡ് യു ആർ മൈ റെഫ്യൂജ്. എനിക്കൊരു നല്ല മറവിടമോ. എവിടുന്ന്? രോഗത്തിൽ നിന്ന് മറഞ്ഞിരിക്കാനുള്ളൊരു നല്ല ഇടം, അനർത്ഥത്തിൽ നിന്ന് മറഞ്ഞിരിക്കാനുള്ള ഒരു നല്ല ഇടം, തകർച്ചയിൽ നിന്ന് മറഞ്ഞിരിക്കാനുള്ള ഒരു നല്ല ഇടം, വേദനയിൽ നിന്ന് മറഞ്ഞിരിക്കാനുള്ള ഒരു നല്ല ഇടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വീട്ടിൽ 2 കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയോ ഓടി നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആമേൻ ഹല്ലേലൂയ, മിക്കവാറും നമ്മൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ, അമ്മയുടെ അരികിലേക്ക് വന്ന് അമ്മയുടെ നൈറ്റിക്ക് അടുത്തേക്ക് വന്ന് മറഞ്ഞിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന ആമേൻ ഒരു അനുഭവം. എന്താണെന്നറിയാം? ആ തലമുറയ്ക്ക് ഒരു ഉറപ്പുണ്ട്, ആമേൻ ഞാൻ ഇരിക്കുന്ന ഇടം എനിക്ക് സുരക്ഷിതമാണ്. നിങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിശ്വസിക്കുമോ? ദൈവവചനത്തിന്റെ അകത്ത് ആമേൻ. അവിടുത്തെ മോളത്തെ പാക്കൂടെ ഞാനൊന്ന് പറയാം. ആമേൻ. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ആമേൻ, 2 മനസ്സുള്ളവനെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്. ഐ ലവ് യുവർ വേർഡ്. എൻ്റെ മെസ്സേജിന്റെ ഇന്ന് പകൽക്കാലത്തെ ആകത്തുക ലവ് ഗോഡ്സ് വേർഡ് എന്നതാണ്. ദൈവവചനത്തെ പ്രിയമാക്കുക എന്നുള്ളതാണ്. ആമേൻ. അതിലേക്ക് ഞാൻ വേഗത്തിൽ വരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക.
ദൈവവചനത്തിന്റെ അകത്തെ ഇൻസ്ട്രക്ഷൻസ് നോക്കരുത്, കാണരുത്, ഇരിക്കരുത്, നടക്കരുത്, കുടിക്കരുത്, ചലിക്കരുത്. ഈ ഇൻസ്ട്രക്ഷൻസ് നമുക്കല്പം ബുദ്ധിമുട്ടുള്ളതായി തോന്നും. എന്നാൽ അതിൻ്റെ അപ്പുറം ദൈവവചനത്തിന്റെ ഉപദേശത്തിനകത്ത്, ഇൻസ്ട്രക്ഷൻസിനകത്ത് നിൽക്കുന്ന ഒരുവനോട് ദൈവം പറയാ, ഞാൻ നിനക്കൊരു നല്ല മറവിടമാണ്. ശത്രുവിന് നിന്നെ കാണാനൊക്കാതെ വണ്ണം, ദുഷ്ടന് നിന്നെ ഹല്ലേലൂയ നശിപ്പിക്കാതെ വണ്ണം ഞാൻ ആരോടോ പ്രവചിക്കുന്നു. നിന്റെ മനസ്സ് പറയുന്നു നീ തകരൂ, നിന്റെ മനസ്സ് പറയുന്നു നീ ഇല്ലാതാകൂ, നിന്റെ മനസ്സ് പറയുന്നു നീ ഉയരത്തില്ല. ആമേൻ. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് പകൽ ഞാൻ വീണ്ടും പറയുന്നു, ചിലരുടെ സോൾ തലത്തിൽ ഒരു വലിയ സ്പിരിച്വൽ വാർഫെയർ നടക്കുകയാണ്. മനസ്സിന്റെ അകത്ത് ഒരു ആത്മയുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിന്റെ അകത്ത് ആ മനസ്സ് നിന്നോട് പറയുന്നു, ഇനി നിനക്കധികം കാലമില്ല, ഇനി നീ മുന്നോട്ട് പോകത്തില്ല, ഇനി നിനക്ക് ജീവിതത്തിന്റെ അവനൊരു നന്മ കാണാൻ പറ്റില്ല, ഇനി നീ സന്തോഷിക്കത്തില്ല, ഇനി നീ ചിരിക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു സുവിശേഷകന്റെ ഷുവിനകത്ത് നിന്ന് ദൈവജനത്തോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ വചനത്തെ നിങ്ങൾ പ്രിയപ്പെട്. ദൈവം നിങ്ങൾക്ക് നല്ലൊരു മറവിടമാകും. നിങ്ങളുടെ ലൈഫിനെ സുരക്ഷിതമാക്കാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കാൻ കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ രണ്ട് കരങ്ങളിൽ ചേർത്തടിച്ചു പറ, I love word of God. I love word of God. ഞാൻ ദൈവവചനത്തെ സ്നേഹിക്കുന്നു. ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്. ഈ പ്രിയമാകുന്നതിനെ നോക്കിയാൽ ഒരു കാര്യം നമുക്കറിയാം, അതിനുവേണ്ടി എന്തും നമ്മൾ ചെയ്യും. പ്രിയമുള്ളതിനു വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകും. ആണോ അല്ലയോ? പ്രിയമുള്ളതിനു വേണ്ടി, ഏറ്റവും പ്രിയമായതിനെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ അരികിൽ നിന്ന് പോകാതിരിപ്പാൻ നാം എന്തും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവചനമാകട്ടെ ഇന്ന് ഏറ്റവും പ്രിയമാകുന്നത്. ഹല്ലേലൂയ. ഓക്കേ, 114ാമത്തെ വാക്യത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നു, ആമേൻ ഹല്ലേലൂയ, You are my refuge and my shield. You are the refuge. നീ എൻ്റെ മറവിടമാണ്. And my shield. എൻ്റെ ഷീൽഡാണ്, പരിചയാണ്. Your word is my source of hope. പരിചയാണ്, പരിചയാണ്, രക്ഷയാണ്, പരിചയാണ്. ഈ ചില വാക്കുകൾ വളരെ അർത്ഥവത്താണ്. സങ്കേതവും സങ്കേത നഗരങ്ങളും അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൻ്റെ അനുഭവത്തിനകത്തേക്ക് പോയേ മതിയാവും. അത് അല്പമായിട്ടെങ്കിലും ഒന്ന് വിശദീകരിച്ച് കൊണ്ടുവരണമെങ്കിൽ കുറച്ചേറെ സമയമെടുക്കും. പക്ഷേ അതുകൊണ്ട് അവർ ഒറ്റ വാക്ക് പറയാം, പ്രാണഭയത്തിൽ ഓടിപ്പോകുന്ന ഒരുവന് ജീവൻ നഷ്ടമാകത്തില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏത്? സങ്കേതം. പ്രൈസലോ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വാക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്നു, പരിച. ഈ പരിച എന്ന വാക്കിൽ നമുക്ക് നന്നായിട്ടറിയാം, മുൻപിലൊരു ശത്രുവും ശത്രുവിൻ്റെ കയ്യിലൊരു വാളുമുണ്ട്. ശത്രു ഇല്ലാത്തൊരു ജീവിതമില്ല. ചേർന്നൊരു ആമേൻ പറയോ? അവൻ്റെ കയ്യിൽ ആയുധവും കാണും. പക്ഷെ നമ്മുടെ ധൈര്യം, അവൻ എത്ര വെട്ടിയാലും അവൻ വെട്ടിക്കോട്ടെന്നേ, അവൻ വെട്ടിക്കോട്ടെ. അവൻ എത്ര വെട്ടിയാലും പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് എന്നെ മറയ്ക്കുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് ഞാൻ നിൽക്കും, ശത്രുവിന് മുമ്പിൽ നിൽക്കും. അവൻ വെട്ടും, ഏക്കത്തില്ല. ഇവിടെ ചിലരുടെയൊക്കെ പേരെടുത്ത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ നാളുകളിൽ ശത്രു വെട്ടിയില്ലേ? മനസ്സിനെ വെട്ടിയില്ലേ? ശരീരത്തെ വെട്ടിയില്ലേ? ആരോഗ്യത്തെ വെട്ടിയില്ലേ? ആമേൻ ഹല്ലേലൂയ. നന്മകളെ വെട്ടിയില്ലേ? ജോലി വെട്ടിക്കളഞ്ഞില്ലേ? സന്തോഷം വെട്ടിക്കളഞ്ഞില്ലേ? എന്നാൽ ഇന്ന് പകൽ അതൊന്നും ജയിക്കാതെ വണ്ണോ ഇന്നും ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ആലയത്തിനകത്ത് സന്തോഷത്തോടെ വരത്തക്ക വണ്ണം ഒരു പരിചയായി അവൻ തെക്ക് നിന്ന് വെട്ടി നോക്കി, വടക്ക് നിന്ന് വെട്ടി നോക്കി, കിഴക്ക് നിന്ന് വെട്ടി നോക്കി, പടിഞ്ഞാറ് നിന്ന് വെട്ടി നോക്കി, മുകളിൽ നിന്ന് വെട്ടി നോക്കി, താഴെ നിന്ന് വെട്ടി നോക്കി. ഇതൊന്നും നിന്റെ മേലേൽക്കാതെ വണ്ണം. ഹലോ, എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ ഹല്ലേലൂയ. അവൻ ബന്ധങ്ങൾ കൊണ്ട് വെട്ടി നോക്കി, പണം കൊണ്ട് വെട്ടി നോക്കി, കഴിവ് കൊണ്ട് വെട്ടി നോക്കി, അവന്റെ പല ആയുധങ്ങൾ ആമേൻ അവൻ ഉപയോഗിച്ചു. പക്ഷേ അതിന്റെ അകത്തൊന്നും നിനക്ക് ഹാനി വരാതെ നിർത്തിയ ഒരു പരിചയാണ്, പരിചയാണ് വചനം.
ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എൻ്റെ കാതിൽ ഞാൻ കേട്ടൊരു വാർത്ത, അധികം കാലം നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന്. പക്ഷെ 25 വർഷം ദൈവം മുന്നോട്ട് വിട്ടു. എൻ്റെ ബാല്യകാലത്തിലെ ശാരീരികമായ അനുഭവത്തിൻ്റെ അകത്ത് നിന്ന് മെഡിക്കൽ സയൻസ് വിധി പറഞ്ഞത് നീ അധികാലം മുന്നോട്ട് പോകത്തില്ലെന്ന്. പക്ഷെ കർത്താവ് ഇന്ന് വരെ മുന്നോട്ട് വിട്ടു. തലമുറകളെ നോക്കി ചിലരൊക്കെ പറഞ്ഞു വളർത്തുന്നില്ലേ കാണാവുന്ന, പക്ഷെ ഇന്ന് വരെ ദൈവം മുന്നോട്ട് നടത്തി. എന്തു ചെയ്യും, എങ്ങനാകുമെന്നുള്ള വ്യാകുലതകളും ആദികളും വരുമ്പോൾ ശത്രു ജയിക്കുമോ എന്ന് പലപ്പോഴും തോന്നിയ അവസരങ്ങളുണ്ട്. സത്യമാണ്. പക്ഷേ ഇന്ന് പകൽ കർത്താവ് ഒരു ഉറപ്പ് പറയുക, മൈ വേർഡ് ഈസ് ദ റെഫ്യൂജ് ഫോർ യു. And my word is the shield for your life. ദൈവത്തിൻ്റെ വചനം നിനക്കൊരു സങ്കേതമാണ്. ദൈവത്തിൻ്റെ വചനം നിനക്കൊരു പരിചയമാണ്. അതിൻ്റെ അർത്ഥം ഇതിനെ മുറിച്ചു മാറ്റി നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവവചനത്തെ തകർത്തിട്ട് കർത്താവ് പറയും, കുഞ്ഞെ നിന്റെ അരികിലേക്ക് അവനൊരു പ്രതിസന്ധി വരുന്നെങ്കിൽ കർത്താവ് പറയും, ധൈര്യമായിരിക്കുക. കഴിഞ്ഞ പകൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വ്യക്തിപരമായി നിന്റെ കൂടെ ഉണ്ടാകും. ഞാൻ പേഴ്സണലി ഐ വിൽ ബി വിത്ത് യു. ഞാൻ വ്യക്തിപരമായി നിന്റെ കൂടെ അവിടുന്ന് ഉണ്ടാകും. ഇന്ന് പകൽ ഞാൻ സഭയോട് പ്രവചിച്ചു ദൂത് പറയുകയാണ്, ഇതിനകത്ത് സ്വർഗത്തിലെ ദൈവം വ്യക്തിപരമായി നമ്മുടെ അരികിൽ വന്നിട്ട് പറയുന്നു, I am your shield, I am your refuge. So what I have to do is I have to love the word of God. Amen. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ദൈവവചനത്തെ സ്നേഹിക്കണം. സമയം പോകുന്നു. അടുത്ത വാക്ക് വേഗത്തിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. You are my refuge and my shield. അടുത്ത പറയാണ്, your word is my source of hope. എൻ്റെ പ്രത്യാശയുടെ ഉറവിടമാണ് അപ്പാ അങ്ങയുടെ വചനം. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു, എന്റെ പ്രത്യാശ അങ്ങയുടെ തിരുവചനത്തിൽ അർപ്പിച്ചിരിക്കുന്നു. അത് വേറെ ട്രാൻസ്ലേഷൻ. നീ എന്റെ മറവിടം എന്റെ പരിചയമാകുന്നു. ഓക്കേ. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. നമ്മുടെ നോർമൽ ട്രാൻസ്ലേഷൻ അതാണ്, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നോക്കിയേ. ആമേൻ. ഹല്ലേലൂയ. Your word is my only source of hope. Amen. Praise the Lord. Hallelujah. Praise the Lord. Amen. NLT എൻ്റെ ട്രാൻസ്ലേഷനകത്ത് ഒള്ളി എന്ന വാക്കില്ല, അതുകൊണ്ട് ഞാൻ ഈ ട്രാൻസ്ലേഷന് കൂടെ പോവുകയാണ്. You are my refuge and my shield. Your word is my only source of hope. ദൈവത്തിൻ്റെ വചനമല്ലാതെ വേറൊന്ന് എൻ്റെ പ്രത്യാശയ്ക്ക് അകത്തൊരു ഉറവിടമായി വരാനില്ല. ആമേൻ. ഞാൻ പ്രത്യാശിക്കുന്നത് ഒരു ശുഭഭാവിയാ. ചേർന്ന് എത്ര പേര് രാമേൻ പറയോ? ഞാൻ പ്രത്യാശിക്കുന്നത് ഒരു നന്മയാ. ചേർന്ന് എത്ര പേര് രാമേൻ പറയോ? ഞാൻ പ്രത്യാശിക്കുന്നത് ഒരു നിത്യതയാ. എത്ര പേർ ചേർന്ന് രാമേൻ പറയോ? 9 മാസം കൊണ്ട് തീരുന്നൊരു ലൈഫല്ല. ആമേൻ. ഹല്ലേലൂയ. ചുരുങ്ങിയ 4 വിരൽ നീളം കൊണ്ട് തീരുന്നൊരു ലൈഫല്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ലൈഫുണ്ട്. ആ ലൈഫിനകത്ത് ആമേൻ എൻ്റെ പ്രത്യാശയിൽ എന്നെ പിടിച്ചു നിർത്തുന്നത് only the word of God. Your word is the only source for my hope. ഞാൻ പ്രത്യാശിക്കുന്നതിന് മുഴുവൻ എൻ്റെ ഏറ്റവും വലിയ ഉറവിടമെന്ന് പറയുന്നത്. ഈ വചനം പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കർത്താവ് കാണിച്ചൊരു കാഴ്ച ഞാൻ നിങ്ങളോട് പറയാ. ഒരു വീടിന്റെ ഏറ്റവും ടോപ്പിൽ ആമേൻ വെച്ചിരിക്കുന്ന ഒരു വാട്ടർ ടാങ്കിനകത്ത് ആമേൻ വെള്ളം നിറച്ചിട്ടിരിക്കുന്നത്. അടുത്ത സബ് പൈപ്പുകൾക്കകത്തൂടെ എനിക്കും നിങ്ങൾക്കും ആവശ്യമായ ആമേൻ ഹല്ലേലൂയ കിച്ചണിലാകാം, വാഷ്റൂമിലാകാം, ഡൈനിങ് ഹാളിലാകാം, ആമേൻ ഹല്ലേലൂയ ആമേൻ ഗാർഡനിലാകാം, എവിടൊക്കെ വേണോ അവിടെ എല്ലാം എത്തുന്നത് പോലെ ഉയരത്തിൽ ദൈവവചനം എന്ന ടാങ്കിനകത്ത് നിറഞ്ഞു കിടക്കുന്ന ഒരു സോഴ്സ് ഉണ്ട്. കേരള വാട്ടർ അതോറിറ്റിയെ പോലെ മാസത്തിൽ 1 വെള്ളം വരുന്നതല്ല, വല്ലപ്പോഴും വന്നാൽ വന്നെന്ന് പറയുന്നതല്ല. ഇന്ന് പകൽ ആർക്കും ഒഴുക്കി കളയാൻ കഴിയാത്തതുപോലെ, ആർക്കും നിർത്തിക്കളയാൻ കഴിയാത്തതുപോലെ ഒരു വലിയ ടാങ്ക്, ഒരു വലിയ റിസോഴ്സ്, ഒരു വലിയ ഉറവിട് എനിക്ക് മുകളിൽ എൻ്റെ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. Amen. That source is the word of God. ആ ഉറവിടമാണ് ദൈവത്തിന്റെ വചനം.
അതിൻ്റെ അകത്തുനിന്ന് വരിക. ഞാൻ വാഷ്റൂമിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എൻ്റെ നീഡ്സ്, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ എനിക്കത് എത്തുന്നു. ഞാൻ ഡൈനിങ് ഹാളിൽ എത്തുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതവിടെ എത്തുന്നു. ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതവിടെ എത്തുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഗാർഡനിൽ എത്തുമ്പോൾ അവിടെ നിന്ന് അതവിടെ എത്തുന്നു. അങ്ങനെങ്കിൽ ഇന്ന് പകൽ നിന്റെ മനസ്സിന് വേണ്ടിയത്, നിന്റെ ശരീരത്തിന് വേണ്ടിയത്, നിന്റെ ആത്മാവിന് വേണ്ടിയത്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയത്, നിന്റെ ഭർത്താവിന് വേണ്ടിയത്, നിന്റെ മക്കൾക്ക് വേണ്ടിയത്, സഭയ്ക്ക് വേണ്ടിയത്, ഇതെല്ലാം ഉയരത്തിൽ വലിയൊരു റിസോഴ്സ് ഉണ്ട്. അത് മുഴുവൻ നിൽക്കുന്ന ഒരൊറ്റ കേന്ദ്രം ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. ദൈവവചനം. എത്ര പേര് പറയുന്നു ഐ ലവ് ദ വേർഡ് ഓഫ് ഗോഡ്? എന്നോട് ചേർന്ന് എത്ര പേര് പറയും ഐ ലവ് ദ വേർഡ് ഓഫ് ഗോഡ്? ഇതിനകത്ത് നന്മയുണ്ട്, ഇതിനകത്ത് ജീവനുണ്ട്, ഇതിനകത്ത് ഉയർച്ചയുണ്ട്, ഇതിനകത്ത് എല്ലാ ദൈവത്തിൻ്റെ നന്മകളുമുണ്ട്. നിങ്ങൾ എന്നോട് ചോദിക്കുക, സമ്പസ എന്താ ആമേൻ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള വഴി എന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യത്തോട് പറയും, ഞാൻ പഠിച്ച പഠനമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ യോഗ്യതയല്ല. ഞാൻ ദൈവവചനത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ അപ്പയെ സ്നേഹിക്കുന്നു. എൻ്റെ വചനം, അപ്പയുടെ വചനം ഒരു വാക്കെന്നോട് പറഞ്ഞാൽ എനിക്കതിനകത്തുനിന്ന്, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എങ്ങനെ എന്നെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു ദിവസം ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ആമേൻ. പക്ഷേ ഒരു വാക്കെങ്കിലും ഒരു ദിവസം കേട്ടാൽ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നോട് ചേർന്ന് പറയാമോ, എൻ്റെ എല്ലാ നന്മയുടെ ഉറവിടം ദൈവവചനമാണ്. ഹല്ലേലൂയ. ലെവിൻ, എല്ലാ ഉയർച്ചകൾക്കും കാരണം, എല്ലാ നന്മകൾക്കും കാരണം കർത്താവിൻ്റെ വചനമാണ്. ഈ വചനം കർത്താവ് നമ്മോട് ഇടപെടുന്നത്. സ്തോത്രം. ഞാൻ ഇന്നലെ ഉണർവിൻ്റെ മീറ്റിങ്ങിനകത്ത് പറഞ്ഞു, ഒരു തലമുറ മുഴുവൻ, ഒരു ദേശമെന്നല്ല, ഒരു തലമുറ മുഴുവൻ മ്ലേച്ഛതയ്ക്കകത്തൂടെ പോയപ്പം കൂടെ ഇരിക്കാനോ കൂടെ പ്രാർത്ഥിക്കാനോ കൂടെ സ്തോത്രം പറയാനോ ഒരു വ്യക്തി പോലും ഇല്ലാത്തൊരു കാലഘട്ടം, അതായിരുന്നു നോഹയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൈക്ക് പിടിക്കാൻ ആരില്ല, കൂടെ ഒരു സ്തോത്രം പറയാൻ ആളില്ല, നാളെ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറയാൻ ആളില്ല, ഒന്നിനും ആളില്ല, ആരുമില്ല, ആരുമില്ല, ആരുമില്ല. ആരുമില്ലാത്ത ആ കാലത്ത് വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപ. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? മോശയോട് ചേർന്ന് ഞാൻ പറയും, മോശ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഏറ്റവും പ്രിയപ്പെട്ടു. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആകാശം മാറും, ഭൂമി മാറും. പ്രവാചകനായ യെശയ്യാവിന്റെ വാക്ക് എനിക്ക് ഭയങ്കര ഒത്തിരി ചിന്തിപ്പിക്കുന്നത്. ആകാശം പുക പോലെ മാറിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകിപ്പോകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ എൻ്റെ രക്ഷയോ, ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയും അത്, എന്നാൽ എൻ്റെ വചനമോ അത് എന്നേക്കും നിലനിൽക്കും. പുക പോലെ മാറിപ്പോകുന്ന ഒരു ആകാശമായത്, വസ്ത്രം പോലെ പഴകിപ്പോകുന്ന ഒരു ഭൂമിയായത് മനുഷ്യനെ കൊടുത്തിരിക്കുന്ന വേർഡാണ്. മനുഷ്യൻ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ ദൈവത്തിന്റെ വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാതെ നിൽക്കുന്ന ഒന്ന്. നൂറ്റാണ്ടുകൾ പലരും ശ്രമിച്ചു, പല നിയമ സംഹിതകളും പല രാഷ്ട്രീയ സംവിധാനങ്ങളും പല രാജാക്കന്മാരും അവരുടെ മുഴുവൻ ലൈഫും എടുത്ത് ഈ വചനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അടിച്ചു താഴ്ത്തും തോറും, തകർക്കും തോറും, കത്തിക്കും തോറും, വലിച്ചു കീറും തോറും ഉയർന്നു വന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തെ നിന്റെ മാർവോട് ചേർത്ത് പിടിച്ച് ഇന്ന് പകൽ എത്ര പേര് പറയും ഐ ലവ് ദ വേർഡ് ഓഫ് ഗോഡ്? യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി പറയുന്നു, വേർഡ് ഈസ് ജീസസ്. വചനമെന്ന് പറയുന്നത് യേശുവാണ്, ജഡത്തിൽ അവതരിച്ചവൻ. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന്, എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ദൈവവചനം നിങ്ങൾ മറന്നു പോകരുത്.
ഇത് വായിക്കുക, ഇതിന് പ്രിയം വെക്കുക, ഇത് ധ്യാനിക്കുക. ഇതിന് നിന്നോട് സംസാരിപ്പാനുണ്ട്. ഒന്ന്, ഇത് നിന്റെ റെഫ്യൂജാണ്, ഇത് നിന്റെ ഷീൽഡാണ്, ഇത് നിന്റെ സങ്കേതമാണ്, ഇത് നിന്റെ പരിചയമാണ്. ഇതിനകത്തു നിന്ന് നിന്നോട് ഒത്തിരി ദൂതുകൾ പറയാനുണ്ട്. രണ്ട് വചനമായി യേശുവിനെ നീ ചോർത്ത് പിടിക്കുക. ആരൊക്കെ മാറിയാലും യേശു മാറിപ്പോകാതിരിക്കട്ടെ. കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവരെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഹൃദയത്തിൽ നിന്ന് പറ, I love the word of God. Lord, I love you. Banded for the water so much song after me. You alone are my heart's desire, and I long to worship thee. As the dew panted for the water, so my soul longeth after thee. You alone are my heart's desire, and I long to worship thee. You alone are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship thee. You alone are my strength, അവന്റെ സങ്കേതമാണ്, to you അവന്റെ പരിചയമാണ്, അവന്റെ ഹൃദയവാഞ്ഛയാണ്. You alone are my heart's desire, and I long to worship thee. You're my friend, you're my friend, and you are my brother, even though you are a king. I love you more than any other, so much more than anything. You're my friend, you're my friend, and you are my brother, even though you are a king. Yes. I love you more than any other, so much more than anything. Open your mouth and say that I love the world. Lord, are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship thee. കരങ്ങൾ ഉയർത്തി. You alone are my strength, my shield. To you
ദിക്കുന്നതെന്റെ ആശ്രയം. നീയാണ് ബലം പരിചയതും നിൻ മുന്നിൽ മാത്രം വണങ്ങും ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നതെന്റെ ആശ്രയം. നിന്നെ മാത്രം ആരാധിക്കുന്നതെന്റെ ആശ്രയം. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം, അങ്ങാണ് ഞങ്ങളുടെ പരിച. ഞങ്ങൾ അങ്ങയിൽ പ്രിയം വെക്കുന്നു, അങ്ങയെ മനസ്സ് തുറന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, ഉള്ളം തുറന്ന്. From the bottom of our heart we say that Jesus, we love you. Word of God, we love you. ഞങ്ങൾക്ക് വേണ്ടി വചനം തന്നതിനായി പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇന്ന് പല ഭാഷകളിൽ, പല പരിഭാഷകളിൽ കർത്താവേ ഈ വചനം ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, പായുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഈ ദൈവവചനം തന്നതിനായി സ്തോത്രം. ഈ ദൈവവചനമായ ക്രിസ്തുവിനെ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തന്നതിനായി സ്തോത്രം. അത് നിമിത്തം താൽക്കാലികമല്ലാത്ത നിത്യമായ ഒരു ജീവിതത്തിലേക്ക് ആമേൻ ഞങ്ങൾ സന്തോഷത്തോടെ പ്രവേശിപ്പാൻ, സ്വസ്ഥതയോടെ പ്രവേശിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവിടുന്ന് ബലം തരുന്നതിനായി സ്തോത്രം. കർത്താവേ, സഭയാം കുടുംബത്തെ ഞാൻ മനസ്സ് തുറന്ന് ബ്ലെസ് ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ കിഴ്ചർച്ച്, എൻ്റെ യൂത്ത് ഡിസൈപ്പിൾസ്, കർത്താവേ എൻ്റെ എൽഡേഴ്സ്, ആമേൻ ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ സഹോദരന്മാർ, എൻ്റെ ചേർച്ചിനെ കർത്താവേ ഞാൻ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് അപ്പോൾ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. കർത്താവേ, ഞങ്ങൾ സഭ ഒരുമിച്ച് പറയുന്നു, we love you Lord. ചേർച്ചിനെ ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിക്കുന്ന കർത്താവേ, കർത്താവേ അങ്ങയുടെ വചനം കൊണ്ട്, അങ്ങയുടെ നിത്യമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവസഭ നിലനിൽക്കുവാൻ ദൈവം കൃപ ചെയ്യണം. മനസ്സ് തുറന്ന് ഞങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതോർത്ത് ആ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് നമുക്ക് ദൈവവചനം തന്നതിനാലും, വചനത്തിലൂടെയുള്ള സങ്കേതം, വചനത്തിലൂടെയുള്ള പരിചയ, വചനത്തോടുള്ള പ്രിയം ദൈവം തന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മോശയോട് കൂടെ ഇരുന്നതുപോലെ യോശുവയോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽ കർത്താവ് പറഞ്ഞു, ഈ വചനം എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവിടെ ഞാനുണ്ട്. വചനം പറ, വചനം ചിന്തിക്ക്, വചനം ധ്യാനിക്ക്, വചനത്തോട് ചേർന്ന് ജീവിക്ക്, വചനമായി മാറാം. May God bless you. We love you. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കടന്നു വന്ന എല്ലാ ദൈവജനത്തോടും സഭയാം കുടുംബത്തോടു കൂടെ ക്രിസ്തു യേശുവിൻ്റെ 2ാം വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. May God bless you. We love you. ഇന്ന് പകൽ നമ്മുടെ ചേർച്ചിന് പ്രിയ സാമങ്കിൾ, തൻ്റെ ഫാമിലി, ആമേൻ, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരു സ്നേഹവിരുന്ന് കരുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളായി സന്തോഷത്തോടെ ഈ ഫെലോഷിപ്പിലും കൂടി മാത്രമേ പോകാവൂ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തെ മുറുകെ പിടിക്കാം. May God bless you. Thank you all.